ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഈദ് മുബാറക്. അപ്പോൾ നാളെയാണ് നമുക്ക് പെരുന്നാൾ. അപ്പോൾ ഞാൻ ബിരിയാണിൻ്റെ മസാലയൊക്കെ എല്ലാ പ്രാവശ്യവും ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ അത് ചെയ്യട്ടെ. ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി തുടങ്ങട്ടെ. ബാക്കിയുള്ള ഇപ്രാവശ്യം ഡെസേർട്ടും കാര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മൈലാഞ്ചി ഇടാനും. അപ്പോൾ എന്തായാലും ഞാൻ പണികൾ തുടങ്ങട്ടെ. ഇത്തവണ നമ്മൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാളയും കാഷ്യും കിസ്മിസും ഒക്കെ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ബിരിയാണി മസാല പുറത്ത് റെഡിയാക്കുന്നുണ്ട്. അത് ഞാനവിടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിരുന്നു. പിന്നെ വേഗത്തിലായും ചെയ്തോളും അങ്ങനെ. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇവിടെ അതാ ഷേസി ഉമ്മ മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. ഷേസ് ഉമ്മക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഖൈർ മുബാറക്. ഈ വിളിച്ചതേ കേട്ടിട്ടില്ലേനെ, ഞാൻ ഇപ്പം ഇങ്ങനെ മിസ് കോൾ ഉണ്ട്. ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ. ഒമാനുള്ള ബ്രദർ വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈദ് മുബാറക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നാളെ രാവിലെ, അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തിളപ്പിക്കണം കേട്ടോ ഇത് നല്ലോണം. ഇവിടെ ഷെസിനും ഷെയ്സും കൂടെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഷേസയുടെ മൈലാഞ്ചി ഇട്ട കൈകളാണ് ഈ കാണുന്നത്. ഷേസ മൈലാഞ്ചിക്ക് ഇട്ട് സെറ്റായിരിക്കുകയാണ്. ഉമ്മയും മൈലാഞ്ചി ഇട്ടു. എന്നെ ഇതിൻ്റെ ഇടയിൽ ഷേസും വിളിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ, ഉമ്മയും വരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഒന്ന് പോയിട്ട് പൂത്തിരിയൊക്കെ കത്തിച്ചാണ്. ഇത്തവണ ഞാൻ ഡെസേർട്ടൊന്നും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ട് അങ്ങനെ ഡെസേർട്ടും റെഡിയാക്കി വെക്കണം വിചാരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടത്. ഓറഞ്ചും ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട് ഓറഞ്ച് പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനുള്ളത് റെഡിയാക്കി വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും വാനില എസൻസും പിന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഓറഞ്ചിൻ്റെ എല്ലാം ജ്യൂസ് എടുത്തിട്ട് അതും ചേർത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഓറഞ്ച് തൊലി ഇതാ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ, തൊലി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇതിലാണ് നമ്മളുടെ ഡെസേർട്ട് സെർവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ തൊലി ഇതുപോലെ ഒരു ബൗൾ പോലെ ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഓറഞ്ച് തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പം നന്നായിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടും കൈ വെച്ചിട്ടും ഒക്കെ ആക്കിയിട്ട് ഇത്രയും ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മളുടെ ഓറഞ്ച് പോസറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. തണുത്തതിന് ശേഷം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു കപ്പ് ഇതിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓറഞ്ചിൻ്റെ പീസസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പുതിനയിലയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി ബാക്കിയുള്ളത് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാം കേട്ടോ. ഇനി അടുത്ത ദിവസം ഇതിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, അപ്പം നന്നായിട്ട് തണുക്കുകയും ചെയ്തോളും. ഇപ്പോൾ തന്നെ സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി 2 മണി ആകുമ്പോഴാണ് ഞാനിത് സെറ്റാക്കിയൊക്കെ വെക്കണത്. ഇനി എനിക്ക് മൈലാഞ്ചി ഇടാനും ഒക്കെ ഉണ്ട്. നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡിം ലൈറ്റിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ 3 മണി ആയിട്ടുണ്ട്, 3:30 ആയിട്ടുണ്ട്. ഉറക്കമൊക്കെ വന്നപ്പോഴേക്കും ലേറ്റായി കിടന്നാൽ തന്നെ നമുക്ക് ഉറക്കം വരില്ലല്ലോ. ഇത്രയും ഇടങ്ങാറായിട്ടിട്ട് സ്റ്റെയിൻ ഇത്രേ വന്നിട്ടുള്ളൂ. 5:45 ആയപ്പോൾ എണീറ്റത് കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ നമ്മളുടെ ബിരിയാണിയുടെ മസാല ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കണമല്ലോ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് 7:15 ഈദ്ഗാഹ് കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടക്കുന്നുമ്മലാണ് ഈദ്ഗാഹിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം വേഗം തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചധികം പത്തിരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പത്തിരിയും ചിക്കൻ കറിയൊക്കെ അപ്പോൾ കഴിക്കേണ്ടവർക്ക് അത് കഴിക്കുകയും ചെയ്യാം. അപ്പം ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ബിരിയാണിയുടെ മസാല നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. പലരും ഇങ്ങനെ മസാല ഉണ്ടാക്കി വെക്കുമ്പോൾ ചോദിക്കലുണ്ട് എങ്ങനെ അത് കേടുകൂടാതെ എങ്ങനെ നിൽക്കുക എന്നൊക്കെ. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റ പാടെ തന്നെ നല്ലോണം തിളപ്പിച്ചെടുക്കും കേട്ടോ, നല്ലോണം തിളപ്പിച്ചെടുക്കും. ഷെയ്സ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം ഞാൻ നഖത്തിൽ കുറച്ച് ബ്ലാക്ക് ഹെന്നയും കൂടെ ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കട്ടെ. അങ്ങനെ ബിരിയാണി ദം ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഈ ഒരു ബാംഗിൾസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കണ്ടല്ലോ, അപ്പം ഞാൻ ഈ ഒരു ബാംഗിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ റെഡി ആയിട്ട് ഇതാ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളപ്പോൾ ജുമാക്കൊക്കെ പോണ പള്ളിയിൽ തന്നെയാണ് കേട്ടോ പെരുന്നാൾ നിസ്കാരത്തിന് പോണത്. ഞാനും ഉമ്മയും അസ്കർക്കും മക്കളുമാണ് ഈദ്ഗാഹിന് കോട്ടക്കുന്ന് പോണത്. الله أكبر الله أكبر الله أكبر لا إله إلا الله. إذا طبخت مرقة فأكثر ماءها ودعاها الجيران. പെരുന്നാളാണ് നമ്മുടെ വീട്ടിലൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. Tough gang. ഓള് ഈദ് മുബാറക്. അപ്പോൾ മുണ്ടോർമ്പ് വീട്ടിൽത്തോരും ഇവിടെ തന്നെയാണ് ഈദ്ഗാഹിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വൈകുന്നേരമാവും, ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഫോട്ടോ ഒന്നും കിട്ടലില്ല സാധാരണ ഉമ്മാൻ്റെയും പൻ്റെയും ഇവരുടെ ഒന്നും കൂടെ. അപ്പം ഇത്തവണ എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തിട്ട് തന്നെ പോയിരുന്നുള്ളൂ, തിരിച്ചു പോയിരുന്നുള്ളൂ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും പിന്നെ ഉപ്പാനെ കൂട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നു. നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനും അപ്പം നമ്മളുടെ നൈബറിന് ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കഴിച്ചു കേട്ടോ. പിന്നെ ഇപ്പം പിന്നെ ജുമ കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ പറഞ്ഞു. ഇപ്പം അധികം ആ ഒരു സമയത്ത് തന്നെ കഴിക്കലുള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. പിന്നെ എണീറ്റിട്ട് നമ്മളിതാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. ഇത് അമ്മാൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അതിൻ്റെ മുന്നേ അസ്കർ ഖാൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ റിലേറ്റീവ്സിൻ്റെ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ലോണം ലേറ്റായി. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മുണ്ടുപറമ്പ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം പായസം മാത്രം കുടിച്ചിട്ട് അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കണ്ടപ്പോൾ പിന്നെ നമുക്ക് വെറുംചോറ് കഴിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. അങ്ങനെ ഞാൻ അസ്കറിക്ക് വെറുംചോറ് കഴിച്ചു, കുട്ടികളെ പിന്നെ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈദ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.